സെഫാനിയ 2-ാം അധ്യായം. അനുതപിക്കുക. ലജ്ജയില്ലാത്ത ജനതയെ പറന്നു പോകുന്ന പതിര് പോലെ നിങ്ങളെ ഓടിച്ചു കളയുന്നതിനു മുൻപ്, കർത്താവിൻ്റെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ പതിക്കുന്നതിനു മുൻപ്, കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനം നിങ്ങളുടെ മേൽ വരുന്നതിനു മുൻപ് ഒരുമിച്ച് കൂടുവിൻ. അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്ന ദേശത്തുള്ള വിനീതരെ, കർത്താവിനെ അന്വേഷിക്കുവിൻ. നീതിയും വിനയവും അന്വേഷിക്കുവിൻ. കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഒരു പക്ഷേ നിങ്ങളെ അവിടുന്ന് മറച്ചേക്കാം. ജനതകൾക്ക് നാശം. ഗാസ നിർജ്ജനമാകും. അഷ്കലോൺ ശൂന്യമാകും. അഷ്ദോദിലെ ജനങ്ങൾ മധ്യാഹ്നത്തിൽ തുരത്തപ്പെടും. എക്രോൺ പിഴുതെറിയപ്പെടും. കടൽ തീരവാസികളെ, കൃത്യജനമേ, നിങ്ങൾക്ക് ദുരിതം. കർത്താവിൻ്റെ വചനം നിങ്ങൾക്കെതിരാണ്. ഫിലിസ്ത്യദേശമായ കാനാൻ ഒരുവൻ പോലും അവശേഷിക്കാത്ത വിധം നിന്നെ ഞാൻ നശിപ്പിക്കും. കടൽ തീരമേ, നീ ഇടയന്മാരുടെ കുടിലുകൾക്കും ആട്ടിൻകൂട്ടങ്ങളുടെ ആലകൾക്കുമുള്ള ഇടമായി തീരും. കടൽ തീരം യൂദാഗോത്രത്തിൽ അവശേഷിക്കുന്നവരുടെ കൈവശമാകും. അവിടെ അവർ ആടുമാടുകളെ മേയ്ക്കും. അഷ്കലോണിൻ്റെ ഭവനങ്ങളിൽ അവർ വൈകുന്നേരം ഉറങ്ങും. എന്തെന്നാൽ അവരുടെ ദൈവമായ കർത്താവ് അവരെ സ്മരിക്കുകയും അവരുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുകയും ചെയ്യും. മോവാബിൻ്റെ അധിക്ഷേപങ്ങളും എൻ്റെ ജനത്തെ നിന്ദിക്കുകയും അവരുടെ ദേശത്തിനെതിരായി വീമ്പടിക്കുകയും ചെയ്ത അമ്മോന്യരുടെ പരിഹാസവും ഞാൻ കേട്ടിരിക്കുന്നു. അതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: ഞാനാണേ മോവാബ് സോദോമിനെ പോലെയും അമ്മോന്യർ ഗൊമോറായെ പോലെയും മുൾപടർപ്പും ഉപ്പുകുഴികളും നിറഞ്ഞ നിത്യശൂന്യതയുടെ ദേശമായി തീരും. എൻ്റെ ജനത്തിൽ അവശേഷിക്കുന്നവർ അവരെ കൊള്ളയടിക്കും. എൻ്റെ രാജ്യത്തിൽ അവശേഷിക്കുന്നവർ അവ കൈവശപ്പെടുത്തും. ഇതായിരിക്കും അവരുടെ അഹങ്കാരത്തിനുള്ള പ്രതിഫലം. അവർ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ജനത്തിനെതിരായി വീമ്പടിക്കുകയും അവരെ നിന്ദിക്കുകയും ചെയ്തു. കർത്താവ് അവർക്ക് ഭീതിതനായിരിക്കും. അവിടുന്ന് ഭൂമിയിലെ സകല ദേവന്മാരെയും നശിപ്പിക്കും. എല്ലാ ജനതകളും തങ്ങളുടെ ദേശത്ത് അവിടുത്തെ വണങ്ങും. എത്യോപ്യക്കാരെ, നിങ്ങളും എൻ്റെ വാളിനിരയാകും. അവിടുന്ന് ഉത്തരദിക്കിനെതിരെ കൈനീട്ടി അസീറിയയെ നശിപ്പിക്കും. അവിടുന്ന് നിനവയെ ശൂന്യവും മരുഭൂമി പോലെ വരണ്ടതുമാക്കും. അതിൻ്റെ മധ്യത്തിൽ ആട്ടിൻപറ്റങ്ങൾ മെയ്യും. വന്യമൃഗങ്ങളും കഴുകനും മുള്ളൻ പന്നിയും തകർന്ന തൂണുകളുടെ ഇടയിൽ പാർക്കും. കിളിവാതിൽക്കലിരുന്ന് മൂങ്ങ മൂളും. വാതിൽപ്പടിയിലിരുന്ന് മലങ്കാക്ക കരയും. അവളുടെ ദേവദാരു ശില്പങ്ങൾ ശൂന്യമായി കിടക്കും. ഞാൻ മാത്രമേയുള്ളൂ, മറ്റാരുമില്ല എന്ന് പറഞ്ഞ് സുരക്ഷിതമായി നിലകൊണ്ട് വിലസിയ നഗരം ഇതുതന്നെ. ഇത് എത്ര ശൂന്യമായി! വന്യമൃഗങ്ങളുടെ സങ്കേതമായി. അതിനരികിലൂടെ കടന്നു പോകുന്നവർ ചൂളമടിച്ച് പരിഹസിക്കുകയും കൈവീശുകയും ചെയ്യും.